guys, welcome back to my channel. ഇന്ന് നമ്മൾ ഒരു പുതിയ ചെസ് ഓപ്പണിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വൈറ്റിനായിട്ടുള്ള ഒരു ചെസ് ഓപ്പണിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലാക്കിനായിട്ട് ഒരു ചെസ് ഓപ്പണിംഗ് പഠിച്ചിരുന്നു. അതായിരുന്നു ദ കറോക്കാൻ ഡിഫൻസ്. അതിന് E4 കളിക്കുമ്പോൾ നമ്മൾ C6 കളിക്കുന്നത്. ഇതിന് നമ്മൾ എക്സ്ചേഞ്ച് വേരിയേഷനും നോക്കിയിരുന്നു, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് വേരിയേഷനും നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലെ തന്നെ വൈറ്റിന് നല്ല എഫക്റ്റീവായിട്ട് കളിക്കാൻ പറ്റിയ ഒരു ചെസ് ഓപ്പണിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അതാണ് ദ ക്വീൻസ് ഗാംബിറ്റ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പണിംഗിൽ കൊണ്ടുവരികയാണെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ഓപ്പണിംഗ് സ്റ്റേജ് നിങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. നല്ല പൊസിഷൻ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് കളിച്ചെടുക്കാൻ പറ്റും. സോ ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് D4 വെച്ചാണ്. അപ്പോൾ നമ്മുടെ ഓപ്പണന്റ് മോസ്റ്റ് കോമൺലി D5 തന്നെ കളിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, C4 കളിച്ച് ഈ പോണിനെ കൊടുക്കും. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ വെറുതെ കൊടുക്കുന്നതല്ല. ഇതിന് നമ്മുടെ ഓപ്പണന്റ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 2-3 മൂവിനുള്ളിൽ തന്നെ ഈ പോണിനെ റീക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇനി അഥവാ നമുക്ക് റീക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് തന്നെ പ്രൊട്ടക്ട് ചെയ്യണല്ലോ. പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവരുടെ എല്ലാ പീസസും ഈ ഒറ്റ പോണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകും. സോ ഇതെങ്ങനെ കളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനും 2 വേരിയേഷൻ ഉണ്ട്. ക്വീൻസ് ഗാംബിറ്റ് എക്സ്ചേഞ്ച് വേരിയേഷനും ഉണ്ട്, ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡ് വേരിയേഷനും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള വേരിയേഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തേതാണ് ക്വീൻസ് ഗാംബിറ്റ് അക്സെപ്റ്റ്. പിന്നെ മെയിൻലി ഉള്ള 2 വേരിയേഷൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയും കൊണ്ട് കവർ ചെയ്യുന്നത്. അതാണ് ക്വീൻസ് ഗാംബിറ്റ് അക്സെപ്റ്റഡും ഡിക്ലൈൻഡും. പിന്നെ ഇത് തന്നെ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അത് നിങ്ങളെ ഏകദേശം ഒരു 1-5 1-1 ആ കിലോ റേറ്റിംഗ് വരെ ഉള്ളവർക്ക് അത് വരാൻ വലിയ സാധ്യതയൊന്നുമില്ല ബാക്കിയുള്ള വേരിയേഷൻസ്. സോ നമ്മൾ ഇതിന് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട മൂവാണ് E4. നമ്മൾ ഓപ്പണിംഗ് പ്രിൻസിപ്പിൾ ഉള്ള പോലെ നമ്മൾ ഈ സെൻറ്ററിൻ്റെ ഫുൾ കൺട്രോളും എടുത്തിരിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതിന് നമ്മൾ റീക്യാപ്ചർ ചെയ്യുന്നു. അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബിഷപ്പ് ഇവിടെ ത്രട്ടൺ ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വല്ലതും കളിച്ചെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കളിക്കാം. അപ്പോൾ അവരിങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനിവിടെ കളിക്കാം, ചെക്ക് കൊടുക്കാം. അപ്പം ഇപ്പോൾ അവരിങ്ങനെ വല്ലതും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല, ഇങ്ങനെ വല്ലതും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വെച്ച് ഇതിനെ ക്യാപ്ചർ ചെയ്യാം. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞ് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാം, നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെ പീസസിനെ ഡെവലപ്പ് ചെയ്യുക, ക്യാസ്റ്റിൽ ചെയ്യുക. നിങ്ങൾക്ക് സെൻട്രലിൽ നല്ല സ്പേസ് അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ? അതേസമയം അവരുടെ പീസസ് എല്ലാം ഇപ്പോൾ അവിടെ തന്നെയാണ്. ആക്ടിവേറ്റ് ആക്കാൻ കുറച്ച് പാടാണ്. ഇപ്പം ഈ ബിഷപ്പാണെങ്കിലും അത്ര പെട്ടെന്നൊന്നും ഇറങ്ങാൻ പോകുന്നില്ല. ഈ ബിഷപ്പിന് ഇറങ്ങണമെങ്കിലും അപ്പം ഈ ബിഷപ്പിന് ഒരു ബാഡ് ബിഷപ്പായി മാറും. സോ അതാണ് അക്സെപ്റ്റഡ് വേരിയേഷൻ. നമുക്ക് ഡിക്ലൈൻഡ് വേരിയേഷന് പോകാം. ഡിക്ലൈൻഡ് വേരിയേഷൻ കളിക്കാൻ നല്ല രസമുള്ള വേരിയേഷനാണ്. എനിക്ക് അതാണ് കുറച്ചും കൂടി കളിക്കാൻ ഇഷ്ടം. സോ ഇതിൽ നമ്മൾ ഇത് കളിക്കുമ്പോൾ അവർ ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ അതാണ് E6. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഇപ്പോഴത്തെ മെയിൻ ഗോള് E3 കളിക്കാനാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നം ബിഷപ്പ് ഇവിടെ ബ്ലോക്കായി പോകും അല്ലേ? ബിഷപ്പ് ഇവിടെ ബ്ലോക്കായി പോകും. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം, ആദ്യം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യണം ഇങ്ങോട്ട്. അപ്പോൾ അവരിപ്പോൾ ഇങ്ങനെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനിവിടെ കളിക്കാം. സോ നമുക്ക് ഈ പോണിൽ പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഓരോ പീസുകളായിട്ട് ഡെവലപ്പ് ചെയ്യാം. ഇനി നമുക്ക് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം. അവരിപ്പോൾ ഈ ബിഷപ്പിനെ വല്ലതും ഇങ്ങനെ കളിച്ചു, നമുക്ക് ഇങ്ങനെ കളിക്കാം. ഓക്കെ, അവരുടെ ബിഷപ്പിനെ ഇവിടെ വല്ലതും ആയിട്ട് കളിച്ചു. നമുക്ക് വേണമെങ്കിൽ ക്വീനെ ഇവിടെ ഇടാം. ക്വീനെ ഇവിടെ ഇട്ട് നമുക്ക് കുറച്ച് ട്രിക്കി ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ക്വീനെ ഇവിടെ ഇടണ്ട. നിങ്ങൾക്ക് അത്രയ്ക്ക് അഗ്രസീവായിട്ട് കളിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വീനെ പകരം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്ത് കളിക്കാം. എന്നിട്ട് ഇപ്പോൾ അവർ ക്യാസ്റ്റിൽ ചെയ്യുകയെന്ന് വെച്ചോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിനെ അറ്റാക്ക് ചെയ്യണം. ഓക്കെ, അപ്പം അവർ മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ കളിക്കാനുള്ള സാധ്യതയുണ്ട്.
ഇവിടെ കളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവർ ഇവിടെ കളിക്കും. രണ്ട് കളിച്ചാലും നമുക്ക് കുഴപ്പമില്ല. ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രാപ്പ് ഇവിടെ വരുന്നുണ്ട്. ഇതിനെ ഫിഷിംഗ് പോൾ ട്രാപ്പ് എന്നാണ് പറയുന്നത്. നമുക്കിവിടെ H4 കളിക്കാം. അപ്പൊ ഇവർ ഇതെന്തോന്ന് മൂവെന്ന് വിചാരിക്കും. അപ്പൊ അവർ ഇതിനെ ക്യാപ്ചർ ചെയ്യും അല്ലേ? നമ്മൾ നൈറ്റിനെ വെച്ചല്ല, ഈ പോണിനെ വെച്ച് ക്യാപ്ചർ ചെയ്യും. ഇപ്പോ ഇവിടെ ത്രെട്ടൻ ചെയ്യുന്നത് നൈറ്റ് ആണ്. അതിന്റെ ഒപ്പം നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അവർ നൈറ്റിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെക്ക്മേറ്റ് കൊടുക്കും. അഥവാ നൈറ്റിനെ മൂവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിനെ ക്യാപ്ചർ ചെയ്യും. നൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാസ്റ്റിൽ ചെയ്തില്ലെങ്കിലും അത്രയ്ക്ക് വലിയ കുഴപ്പമില്ല. കാരണം ക്യാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാലത്തെ ഗുണം അവർക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ലേ. എന്നാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു പൊസിഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അവിടെ അറ്റാക്ക് ചെയ്തത്. നിങ്ങളുടെ ഓപ്പണന്റിനെ അറ്റാക്ക് ചെയ്യാനുള്ള സമയം പോലും കിട്ടില്ല. സോ ഇതാണ് ട്രാപ്പ്. ഇതിലുള്ള ട്രാപ്പ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും കളിക്കണമെന്നില്ല, ട്രാപ്പ് ബേസ്ഡ് ആയിട്ട് കളിക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ ഇവർ ഇതുപോലെ വല്ലതും കളിക്കുമ്പോൾ ഇവരിങ്ങനെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവർ ഇതുപോലെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിഷപ്പിന് ഇവിടെ നല്ല സ്കോറാണ് ബിഷപ്പിന്. എന്നിട്ട് അവർ ക്യാസ്റ്റിൽ ചെയ്യുന്നു, നിങ്ങൾക്കും ക്യാസ്റ്റിൽ ചെയ്യാം, ക്വീനിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അവരുടെ പൊസിഷനേക്കാളും കുറച്ചും കൂടി സ്പേസ് നമുക്ക് സെൻട്രൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഈ C4 പോൺ ഉള്ളതുകൂടി. C4 പോൺ ക്യാപ്ചർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ E4 പുഷ് ചെയ്താണ്. നമുക്ക് പിന്നെ E4 പുഷ് ചെയ്യാനൊരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ അഡ്വാൻറ്റേജ് ആയിരിക്കും. സോ ഇത്രേ ഉള്ളൂ ക്വീൻസ് ഗാംബിറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വലിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം വലിയ ഗ്രാൻഡ് മാസ്റ്റർ ഹൈ ലെവലിലൊക്കെ വരാനുള്ള സാധ്യതയുള്ളൂ. സോ നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.